പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുവിനെ അനുഗമിച്ച സ്ത്രീകൾ 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവൾ, അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട സ്ത്രീകൾ, തങ്ങളുടെ സമ്പത്തുകൊണ്ട് യേശുവിനെയും കൂടെയുള്ളവരെയും ശുശ്രൂഷിച്ചിരുന്ന സ്ത്രീകൾ. യേശുവിൻ്റെ കാലത്തെ സാംസ്കാരിക സാമൂഹിക അന്തരീക്ഷം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ താഴ്ന്നവർ. അതിനാൽ ഒരു ആത്മീയ നേതാവും സ്ത്രീകളോട് പരസ്യമായി സംസാരിക്കാറില്ല. സിനഗോഗിൽ അവർക്ക് സ്ഥാനമില്ല. പൊതുവെ അംഗീകരിച്ച ആ വിധമുള്ള മുൻവിധികളെ ഈശോ ഗവനിച്ചില്ല. അപവാദങ്ങളെ അവഗണിച്ച് കർത്താവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വലയത്തിലേക്ക് സ്ത്രീകളും കടന്നു വന്നു. അത് സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യത്തിന് നേർസാക്ഷ്യമായി. ഈശോ സ്വസമൂഹത്തിൽ നിലനിന്നിരുന്ന സ്ത്രീകളെക്കുറിച്ച്, പരസ്യ പാപികളെക്കുറിച്ച്, വിജാതീയരെക്കുറിച്ച്, സാപത്തിനെയും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള മനുഷ്യത്വരഹിതമായ രീതികളെ തള്ളിക്കളഞ്ഞു. യേശുവിൻ്റെ സുവിശേഷം മനുഷ്യനെ, സമൂഹങ്ങളെ, സംസ്കാരങ്ങളെ കൂടുതൽ നന്മയിലേക്ക് ഉയർത്താൻ, മനുഷ്യജീവിതം മെച്ചപ്പെട്ടതാക്കാൻ പുളിമാവ് പോലെ പ്രവർത്തിക്കുന്നു. വിശുദ്ധ യൂദാസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന സ്ത്രീകൾ, യേശുവിന്റെ കല്ലറയിലേക്ക് അതിരാവിലെ പോയ മറിയം കർത്താവിന്റെ സുവിശേഷത്തിന്റെ നേർസാക്ഷ്യമാണ്. ദൈവമക്കളെ, യേശു കർത്താവിന്റെ സുവിശേഷം ആരെയും മാറ്റി നിർത്തുന്നില്ല. സകലരെയും സകലതിനെയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, നന്മയുടെ ഉയരങ്ങളിലേക്ക്, സ്വർഗത്തോളം ഉയർത്തുന്നു. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.